പീറ്റ് ചായയെ കാണാൻ വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. എന്നാൽ അവൾ അവനെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. പീറ്റ് അവളോട് സോറി പറയുന്നുണ്ടെങ്കിലും നിന്റെ സോറിയൊന്നും എനിക്ക് കേൾക്കേണ്ട, അതിനേക്കാളും അപ്പുറം നീ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ചായ അവന്റെ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ പീറ്റ് അവളുടെ അടുത്തിരിക്കുവാണ്. കുഴപ്പമില്ല, നീ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കാം, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ചായ അവന്റെ ഷോൾഡറിൽ കിടന്ന് കരയുവാണ്. പുറത്തു നിൽക്കുന്ന ക്യൂ ഇത് കാണുന്നുണ്ട്. ക്രിസിന് സ്വയം വെടിവെക്കാൻ ശ്രമിച്ചു എന്നവൻ പറയുന്നതും അവളാകെ ഷോക്കാകുവാണ്. എന്നിട്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴവന് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്നെ വേദനിപ്പിച്ചത് കൊണ്ടാണ് അവൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയത്, അതുകൊണ്ട് നിന്നോട് മാപ്പ് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നാണ് അവൻ ചായയോട് പറയുന്നത്. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല എന്ന് പറയുമ്പോൾ ചായക്ക് സന്തോഷമാകുന്നുണ്ട്. ഒരു ഫ്രണ്ടായി ഞാൻ എന്നും നിന്നെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് അവൻ പറയുന്നത് കേൾക്കുന്നതും അവൾക്കത് സഹിക്കുന്നില്ല. നിനക്കൊരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ച് അവൾ കരയുമ്പോൾ എനിക്ക് ക്യൂവിനെയാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാമെന്നവൻ പറയുന്നുണ്ടെങ്കിലും എനിക്കിനി നിന്നെ വെറും ഫ്രണ്ടായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ കരയുവാണ്. പീറ്റ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ചായ അതൊന്നും കേൾക്കുന്നില്ല. അവനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ നിലത്തിരുന്ന് കരയുവാണ്. ഇത് കാണുന്നതും ക്യൂ ഓടി വന്ന് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ചായയുടെ മൂക്കിൽ നിന്നെല്ലാം രക്തം വരുന്നുണ്ട്. അവരെല്ലാവരും ചേർന്ന് അവളെ ബെഡിലേക്ക് കിടത്തുവാണ്. പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്ന് മെച്ചപ്പെട്ടാൽ നമുക്കുടനെ കീമോതെറാപ്പി ആരംഭിക്കാം, എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അവൾക്ക് സുഖമാകില്ല എന്നാണ് ക്രിസ് ചോദിക്കുന്നത്. അത് നമുക്ക് പറയാൻ കഴിയില്ല, മരുന്നിനോട് അവളുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നതും ചായക്ക് സുഖമില്ലാത്ത കാര്യം എത്രയും പെട്ടെന്ന് അവളുടെ അച്ഛനെയും അമ്മയെയും അറിയിക്കാൻ ക്രിസ് ഗാഥയോട് പറയുവാണ്. ചായയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ക്രിസിന് ശരിക്കും വിഷമമാകുന്നുണ്ട്. അവളുടെ കൂടെ ചിലവഴിച്ച നല്ല ദിവസങ്ങളെ കുറിച്ച് ആലോചിച്ച് അവൾ സങ്കടപ്പെടുവാണ്. പ്രതികാരമെല്ലാം മറന്ന് പീറ്റ് നന്നായതിൽ അച്ഛനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പീറ്റ് അച്ഛൻ്റെ മുന്നിൽ മുട്ടുകുട്ടി ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അയാളോട് മാപ്പ് ചോദിക്കുവാണ്. ഇത് കാണുമ്പോൾ അച്ഛൻ സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അടുത്ത ദിവസം ചായ കണ്ണു തുറക്കുമ്പോൾ ക്രിസ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അതിഷ്ടപ്പെടാത്തതുപോലെയാണ് അവൾ പെരുമാറുന്നത്. ഞാൻ കാരണം നീ മരിക്കേണ്ടതായിരുന്നു, പിന്നെയും എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നതും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്നാണ് ക്രിസ് അവളോട് പറയുന്നത്. ഇപ്പോൾ തന്നെ നീ ICUയിൽ നിന്ന് പുറത്തെത്തിയില്ലേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കീമോതെറാപ്പിയും ആരംഭിക്കും, അതോടെ നിന്റെ എല്ലാ രോഗങ്ങളും മാറുമെന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിക്കുവാണ്. ഇത്രയും കാലം ഞാൻ നിന്നോട് മോശമായിട്ടാണ് പെരുമാറിയത്, എന്നിട്ടും നീ എന്തിനാ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പാണ് നീ ഇത് ചോദിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും നീ എന്നെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞേനെ, പക്ഷെ എനിക്കിപ്പോൾ അസുഖമെല്ലാം മാറി സന്തോഷത്തോടെ ഇരിക്കുന്ന ചായയാണ് കാണേണ്ടത്, അതിനുവേണ്ടി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇത്രയും കാലം അവന് സ്നേഹം കണ്ടില്ല എന്ന് നടിച്ചതിന് ചായ അവനോട് സോറി പറയുവാണ്. അവർ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ പീറ്റിനും സന്തോഷമാകുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ ചായയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ക്രിസ് ആണ്. അതിനിടയിൽ പീറ്റ് അവളെ കാണാൻ വരുന്നുണ്ടെങ്കിലും എന്തിനാ വന്നതെന്ന് ചോദിച്ച് ചായ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ നിന്നെ കാണാനാണ് വന്നത്, നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചായക്ക് വീണ്ടും വയ്യാതാകുവാണ്. ഇത് കാണുന്നതും തൽക്കാലത്തേക്ക് പീറ്റിനോട് അവിടെ നിന്ന് പോകാൻ ക്രിസ് പറയുന്നുണ്ട്. നീ ഇവിടെ നിന്നാൽ അത് ചായയുടെ കണ്ടീഷൻ കൂടുതൽ മോശമാക്കുകയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പീറ്റ് അവിടെ നിന്ന് പോകുവാണ്. അവൻ പോയി കഴിയുമ്പോൾ നിനക്ക് പീറ്റിനോട് ക്ഷമിച്ചുകൂടെ, അതത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം, എന്നാലും അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ എനിക്കതിന് കഴിയുമോ എന്ന് അറിയില്ല എന്നാണ് അവൾ പറയുന്നത്. നിന്നെ കൊണ്ടതിന് കഴിയും, ഫ്രണ്ട്ഷിപ്പിനേക്കാൾ മനോഹരമായത് മറ്റൊന്നുമില്ല എന്നൊക്കെ ക്രിസ് പറയുന്നുണ്ടെങ്കിലും ചായ ഒന്നും മിണ്ടുന്നില്ല. അവിടെ നിന്ന് മാറിയാൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് ചായ അവൾക്ക് ഫോൺ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുവാണ്. നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ശരിക്കും പീറ്റിനെ ഇഷ്ടമാണോ എന്നാണ് ചായ അവളോട് ചോദിക്കുന്നത്. അതേ എന്ന് ക്യൂ പറയുന്നതും നിനക്കവനെ എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ റെസ്റ്റാണ് ആവശ്യം, നിനക്ക് സുഖമാകാൻ ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അതിനൊരു ഉത്തരം പറയാതെ ക്യൂ അവിടെ നിന്ന് പോകുന്നതും ക്രിസ് അവിടേക്ക് വരുന്നുണ്ട്. അവനെ കാണുന്നതും ചായ അവന്റെ നെഞ്ചിൽ തലവെച്ച് കരയുവാണ്. ക്യൂ റൂമിലേക്ക് വരുമ്പോൾ പീറ്റ് അവളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും. നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്നാണ് അവൾ പറയുന്നത്. ഇപ്പോഴും നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ, ശരിയാണ്, ഇത്രയും കാലം ഞാൻ നിന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്, പക്ഷെ അതിനെല്ലാം ഞാൻ നിന്നോട് ക്ഷമ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ചു എന്നവൾ പറയുന്നത് കേൾക്കുന്നതും പീറ്റ് ഹാപ്പി ആകുവാണ്. എന്ന് കരുതി ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്യാതിരിക്കില്ല എന്ന് പറയുന്നതും പീറ്റിന് ദേഷ്യം വരുന്നുണ്ട്.
നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള ദേഷ്യവും വെറുപ്പുമെല്ലാം മുഴുവനായും ഇല്ലാതായി എന്നുള്ളതിന് എന്തുറപ്പാണുള്ളത്? പെട്ടെന്നൊരു ദിവസം നീ വീണ്ടും പഴയതുപോലെ ആയാലോ എന്നാണ് ക്യു അവനോട് തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പീറ്റ് പറയുന്നുണ്ടെങ്കിലും ക്യു അത് വിശ്വസിക്കുന്നില്ല. നീ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഇതിലും കൂടുതലൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. നമുക്കിടയിലുള്ള ബന്ധം ഇങ്ങനെ തന്നെ അവസാനിക്കുന്നതാണ് നല്ലതെന്ന് അവൾ പറയുമ്പോൾ ഇത് അവസാനിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. പക്ഷെ ഞാനിത് അവസാനിപ്പിക്കാൻ പോകുവാണ്. നിന്നെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നവൾ പറയുന്നതും നീ ഇല്ലാതെ ജീവിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പീറ്റ് അവളോട് കെഞ്ചുന്നുണ്ടെങ്കിലും ഇത്രയും ദിവസം ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇല്ലാത്തതുപോലെ തന്നെയല്ലേ നീ ജീവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇല്ലാതെ ജീവിക്കാനും നിനക്ക് വലിയ കുഴപ്പമുണ്ടാകില്ല. ഇപ്പോൾ നിന്റെ മുഖം കാണുമ്പോഴെല്ലാം നീ എന്നോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്കിനിയും ഇങ്ങനെ നീർ ജീവിക്കാൻ കഴിയില്ല എന്നവൾ പറയുന്നതും പീറ്റ് ആകെ തകർന്നു പോകുവാണ്. കാരണം അവൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ പോയേക്കാമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പീറ്റ് അവിടെ നിന്ന് പോകുന്നതിനിടയിൽ അവസാനമായി അവൻ ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കുവാണ്. അല്ലെങ്കിലും ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ടാകും. പിന്നീട് നമ്മൾ എത്ര മാപ്പ് പറഞ്ഞാലും അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല. അടുത്ത ദിവസം ഗാഥ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ചായയും ക്രിസും അവിടെ ഉണ്ടായിരിക്കില്ല. എന്നാൽ എവിടേക്കാണ് പോയതെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടാകില്ല. അതാലോചിക്കുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണോ കരുതുന്നതെന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. പീറ്റും എന്നോട് പറയാതെ ഇങ്ങോട്ടേക്ക് പോയി. ഇവർക്കൊന്നും എന്നെക്കുറിച്ചോർത്ത് ഒരു ചിന്തയുമില്ല എന്നൊക്കെ ചോദിച്ച് അവൻ സങ്കടപ്പെടുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാണ്. അവരെല്ലാവരും പോയാലെന്താ, വേറെയൊരു ഫ്രണ്ട് എൻ്റെ കൂടെ തന്നെയുണ്ടല്ലോ. എനിക്കത് മതിയെന്നവൻ പറയുന്നത് കേൾക്കുമ്പോൾ അവളും ചിരിക്കുവാണ്. ക്യൂവിനെ ഫേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പീറ്റ് നേരെ കൊറിയയിലേക്കാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ക്യൂവിന്റെ കൂടെ ചിലവഴിച്ച നല്ല നിമിഷങ്ങളെ കുറിച്ച് ഓർക്കുവാണ്. അവരൊരുമിച്ച് ഫുഡ് കഴിച്ച ഹോട്ടലിലേക്കും അവൻ പോകുന്നുണ്ട്. അതെല്ലാം ആലോചിക്കുമ്പോൾ അവൻ ക്യൂവിനെ ശരിക്കും മിസ് ചെയ്യുവാണ്. ഇതേസമയം ചായയും കൂട്ടി ക്രിസും കൊറിയയിലേക്കാണ് വന്നിരിക്കുന്നത്. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇവിടെ വന്ന് ഇതെല്ലാം കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്നവൾ സങ്കടപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്നവൻ പറയുന്നത് കേൾക്കുന്നതും ചായ എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് നീ ഹാപ്പി ആയിരുന്നാൽ മാത്രം മതിയെന്നവൻ പറയുന്നതും ചായക്ക് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെയെല്ലാം കറങ്ങുവാണ്. അവിടെ നിന്ന് മാറിയാൽ പീറ്റ് ക്യൂവിന്റെ കർച്ചീഫ് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ കാറ്റ് വീശി അത് താഴെ വീഴുന്നതും ക്യൂ അത് എടുക്കുവാണ്. ഇത് കാണുന്നതും അവനാകെ ഷോക്കാകുന്നുണ്ട്. കാരണം അവൻ ഇവിടേക്കാണ് വന്നതെന്ന് അവൻ ആരോടും പറഞ്ഞിട്ടുണ്ടാകില്ല. യഥാർത്ഥത്തിൽ പീറ്റിന് ഒരു പണി കൊടുക്കാനാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുവാണെന്നെല്ലാം ക്യൂ പറഞ്ഞിട്ടുണ്ടാകുക. അവൻ ഇത്രയും കാലം അവളെ വേദനിപ്പിച്ചതല്ലേ, അതുകൊണ്ട് കുറച്ചെങ്കിലും അവനും അനുഭവിക്കേണ്ടേ എന്ന് കരുതിയാണ് അവൾ അങ്ങനെയെല്ലാം അഭിനയിച്ചിട്ടുണ്ടാവുക. ഞാൻ അവനെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ഞാൻ കരുതിയത് അത് കേൾക്കുമ്പോൾ അവൻ എന്നോട് സോറി പറഞ്ഞ് എന്റെ പിന്നാലെ വരുമെന്നാണ്. അല്ലാതെ ഇങ്ങനെ ഓടിപ്പോകുമെന്ന് ഞാൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവൻ നീ തിരിച്ചു വന്നില്ലെങ്കിലോ, അപ്പോൾ നീ എന്ത് ചെയ്യുമെന്നാണ് അച്ഛൻ അവളോട് തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെയാണ് ക്യൂ കൊറിയയിലേക്ക് വന്നിട്ടുണ്ടാകുക. അവൻ പോയ സ്ഥലങ്ങളിലെല്ലാം അവളും അവനെ ഫോളോ ചെയ്യുന്നുണ്ടാകും. ഈ കർച്ചീഫ് ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോ? അന്നു മുതലേ നിനക്ക് നീ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നാണ് പീറ്റ് പറയുന്നത്. നീ എങ്ങനെ ഇവിടെ എത്തി, എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് ചോദിക്കുന്നതും അവൾ തലയാട്ടുവാണ്. അതുകൊണ്ട് നിരാശാകാമുകനായി നടക്കുന്ന ഒരാളെ എനിക്ക് കാണാൻ പറ്റിയെന്ന് അവൾ കളിയാക്കുമ്പോൾ പീറ്റ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നതും ഇനിയും നീ ഓടിപ്പോയാൽ ഞാൻ നിന്റെ പിന്നാലെ വരില്ല എന്നാണ് ക്യൂ അവനോട് പറയുന്നത്. ഇത് കേൾക്കുന്നതും പീറ്റ് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നോടുള്ള ദേഷ്യമെല്ലാം മാറിയത് കൊണ്ടല്ലേ നീ എൻ്റെ അടുത്തേക്ക് വന്നതെന്നവൻ ചോദിക്കുമ്പോൾ ഞാൻ ഈ വന്നതിന് നിന്നോട് ക്ഷമിച്ചു എന്നൊന്നും അർത്ഥമില്ല എന്നാണ് ക്യൂ പറയുന്നത്. എന്നാലും നീ എനിക്കൊരു ചാൻസ് തരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യുവാണ്, ഞാൻ ഇനി ഒരിക്കലും നിന്നോട് മോശമായി പെരുമാറില്ല എന്ന് പറയുന്നതും നിന്നെ കൊണ്ടതിന് കഴിയുമോ എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. അതേ എന്നവൻ പറയുമ്പോൾ എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ക്യൂ പോകാൻ നിൽക്കുന്നതും പീറ്റ് വീണ്ടും അവളെ കെട്ടിപ്പിടിക്കുവാണ്. നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. എന്നാൽ എൻ്റെ ദേഷ്യവും വെറുപ്പും ആ സ്നേഹത്തെ മറച്ചു കളഞ്ഞു. പക്ഷെ ഇപ്പോഴതെല്ലാം പോയ സ്ഥിതിക്ക് നിന്നോടുള്ള സ്നേഹം മാത്രമേ എൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളൂ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവൻ പറയുന്നതും
എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറ് എന്നവൾ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ശരി, ഇനി നിന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്താൽ നീ എന്നെ അടിച്ചോ എന്നവൻ പറയുന്നത് കേൾക്കുന്നതും ക്യൂ അവനെ അടിക്കാൻ നിൽക്കുവാണ്. നീ ഇപ്പോഴേ എന്നെ അടിക്കാൻ നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ തന്നെയല്ലേ എന്നോട് അടിക്കാൻ പറഞ്ഞതെന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. എന്നാൽ അടിച്ചോ എന്ന് പറഞ്ഞ് അവൻ കണ്ണടച്ച് നിൽക്കുന്നതും ക്യൂ അവനെ കിസ് ചെയ്യുവാണ്. ഇനി എനിക്കെൻ്റെ റിങ് തിരിച്ചു തന്നേക്ക് എന്ന് പറയുമ്പോൾ പീറ്റ് അത് അവളുടെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നു മുതൽ ഞാൻ നിന്റെ ഭാര്യയാണ്, നീ എൻ്റെ ഭർത്താവും, നമുക്കൊരുമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങിക്കൂടെ എന്നവൾ ചോദിക്കുന്നതും പീറ്റ് സന്തോഷം കൊണ്ട് അവളുടെ കയ്യിൽ കിസ് ചെയ്യുവാണ്. ക്യൂ പീറ്റിനോടൊപ്പമുള്ള അവളുടെ ഫോട്ടോ പാക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമാകുവാണ്. അവളുടെ ചിരി കാണുമ്പോൾ നിനക്കും ഇങ്ങനെയൊരു ലൈഫൊക്കെ വേണ്ടേ എന്ന് കാത അവളോട് ചോദിക്കുവാണ്. ഇതുപോലൊരു ലൈഫ് ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ എന്ത് ചെയ്യാൻ, എന്നെപ്പോലെയുള്ള സിംഗിൾസിന് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഡേറ്റ് ചെയ്താലോ എന്ന് കാത ചോദിക്കുന്നതും ആകെ ഷോക്കാകുവാണ്. സിംഗിളാണെന്ന് കരുതി വെറുതെ ടൈം പാസിന് ഞാൻ അങ്ങനെ ആരെയും പ്രേമിക്കില്ല, എനിക്ക് ഇഷ്ടം തോന്നുന്നവരെ മാത്രമേ ഞാൻ ഡേറ്റ് ചെയ്യൂ എന്നവൾ പറയുമ്പോൾ, അതുകൊണ്ടാണല്ലോ നമുക്ക് ഡേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് കാത അവളോട് പറയുന്നത്. എന്നാൽ പാത് മനസ്സിലാകാത്തതുപോലെ നിനക്കെന്നെ ഇഷ്ടമാണെന്നാണോ പറഞ്ഞതെന്ന് അത്ഭുതപ്പെടുമ്പോൾ അതേ എന്ന് അവൻ തലയാട്ടുവാണ്. കണ്ടാൽ ഒരു ഭ്രാന്തിയെ പോലെയാണെങ്കിലും നീ നല്ല ക്യൂട്ടാണ്, അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ നീ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന് ഇതിലും കൂടുതൽ ഗുണങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നവൻ പറയുമ്പോൾ ഡേറ്റ് ചെയ്യാമെന്ന് അവളും സമ്മതിക്കുവാണ്. ഇത് കേൾക്കുന്നതും കാത് അവളെ കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനി മുതൽ നമ്മൾ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് ആയിരിക്കുമെന്ന് പറയുമ്പോൾ അവൾ ചിരിക്കുവാണ്. അവിടുന്ന് വിട്ടാൽ ക്യൂവിനെയും പീറ്റിനെയുമാണ് കാണിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. സ്നേഹത്തിന് വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ പോലും ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം, വെറുപ്പിനെയും ദേഷ്യത്തെയും ഇല്ലാതാക്കാൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ എന്ന്. ആ സ്നേഹം കാരണമാണ് ഞങ്ങൾ ഇന്നും ഒരുമിച്ച് നിൽക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്നിട്ട് അവർ കിസ് ചെയ്യുന്നതും കാണിച്ച് ഈ ഡ്രാമ അവിടെ അവസാനിക്കുവാണ്.